ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമായിട്ടുണ്ട് ഗ്രാനുലാസ് അല്ലെങ്കിൽ മ്യൂസിലിയൊക്കെ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങി ഒത്തിരി പൈസ കളയുന്നതാണ്. നമുക്കിത് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. സോ ഇതിനായിട്ടൊരു ബൗളിൽ കുറച്ച് ഓട്സ്, പിന്നെ നിങ്ങളുടെ ചോയ്സ് ഓഫ് നട്ട്സ് ആൻഡ് സീഡ്സ്, ഞാനിവിടെ റേസിൻസ് ആഡ് ചെയ്യുന്നുണ്ട്, പംകിൻ സീഡ്സ് ആഡ് ചെയ്യുന്നുണ്ട്, ആൽമണ്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്, വാൾനട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ആൻഡ് ഇതിട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ബൗളിലേക്ക്. ആൻഡ് ടു ദിസ് മിക്സ്ചർ നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു 1/4 തൊട്ട് 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ. ആൻഡ് ഇതാണ് നമ്മുടെ ബൈൻഡിങ് ഇൻഗ്രീഡിയൻറ്റ്. ഇത് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം സ്വീറ്റ്നർ ഓഫ് യുവർ ചോയ്സ്, ഞാനിവിടെ ഹണി ആഡ് ചെയ്യുന്നു, മേപ്പിൾ സിറപ്പ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യണ്ടോ, നല്ല ടേസ്റ്റാണ്. ആൻഡ് ദിസ് എ പെർഫെക്റ്റ് ഹെൽത്തി ഫുഡ് ഓപ്ഷനാണ്. ഇനി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പിഞ്ച് ഓഫ് സിനമൺ പൗഡറാണ്. കൂടുതലിടരുത്, പട്ടയുടെ പൊടി കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് ഒരു ബേക്കിംഗ് ട്രേ ആണ്. അതിനകത്ത് പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈവനായിട്ട് തിൻ ലെയറായിട്ട് സ്പ്രെഡ് ചെയ്യുക. അതിനകത്ത് മൈക്രോവേവ് ചെയ്യേണ്ടത് 30 മിനിറ്റാണ്. എക്സാക്ട്ലി 30 മിനിറ്റ്സ് 300 ഡിഗ്രി സെൽഷ്യസിലാണ് വെക്കേണ്ടത്. പക്ഷേ മേക്ക് ഷുവർ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി കൊടുക്കുക, തിരിച്ച് മറിച്ചൊക്കെ ഇളക്കുക, വീണ്ടും എടുക്കുക. സോ നമ്മൾ സംഭവം നമ്മൾ വെച്ചിട്ട് മൈക്രോവേവിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളറും നേരത്തെ ഒരു സ്മെല്ല് വരും, റൂം കട്ടിപ്പൊളി സ്മെല്ലായിരിക്കും. 30 മിനിറ്റ്സ് കഴിഞ്ഞെടുത്ത ഈ ഐറ്റത്തിനെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തണുക്കാനായിട്ട് വെക്കണം കേട്ടോ. ഒരു 15 to 20 മിനിറ്റ്സ്. ഇത് തണുത്ത് കഴിഞ്ഞാൽ നല്ല കണ്ടോ, ഞാൻ അതിൻ്റെ സൗണ്ട് വെക്കാമോ. ഇത് നമുക്കൊരു എയർ ടൈപ്പ് കണ്ടെയ്നറിൽ വയ്ക്കാം. കഴിഞ്ഞത് എങ്ങനെയാണ് കഴിക്കണേന്നുള്ളത് ഞാൻ നാളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. സോ ഗുഡ്. നമുക്ക് ഇത്രയും കിട്ടി. നമുക്ക് നാളെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇപ്പോൾ നമ്മൾ സ്ട്രോബെറിയും അതുപോലെ യോഗട്ടും വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ ഗ്രാനുല വെച്ചിട്ടൊന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ല അടിപൊളി ഗ്രാനുല യോഗട്ട് ഫ്രൂട്ട്സ് റെഡി ആയിട്ടുണ്ട്. നല്ല കിഡ്ലോസ്കി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇറ്റ് ഈസ് സോ ഗുഡ്. ഇത് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ എടുക്കാം. സ്ട്രോബെറി, ഗ്രാനുല,